നല്ല ആവി വറക്കുന്ന മുരിങ്ങാത്തോരനും കൂട്ടി നമുക്ക് ഒന്ന് ഊണ് കഴിച്ചാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മുരിങ്ങയുടെ വീഡിയോ ആണ് ഇടുന്നത്. ഞാൻ 2 ചെറിയ കമ്പ് കിട്ടിയത് കൊണ്ടൊന്ന് ബക്കറ്റിനകത്ത് നട്ടതാണ്. അത് കണ്ടില്ലേ. നമുക്കിപ്പം പറമ്പൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മുരിങ്ങേൻ്റെ തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ബക്കറ്റ് എടുത്താൽ മതി. അതിൽ നമ്മൾ കരിയിലയോ പേപ്പറോ വേസ്റ്റ് പേപ്പറൊക്കെ ഇട്ട് മണ്ണധികം വേണ്ട, ചില ജൈവവളവും കൂടി ഇട്ട് അത് ചകിരിച്ചോറും എല്ലാം കൂടി ഇട്ടിട്ട് ആ കമ്പ് കുഴിച്ച് വെച്ചതാണ്. കണ്ടില്ലേ. ബക്കറ്റിൽ അധികം വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം, ഇലകൾ മഞ്ഞിക്കുന്ന അങ്ങനെയാണ്. കിച്ചണിലെ വേസ്റ്റ് എല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ നല്ല വളമൊക്കെ ഉള്ള ഒരു ബക്കറ്റാണ്. അതല്ലേ, അധികം പൊട്ടാറായ ഒരു ബക്കറ്റാണ്. എങ്കിൽ തന്നെയും ഞാൻ 3 കമ്പ് നട്ടു, 3 കിളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര പൊക്കത്തിലങ്ങ് പോവുകയാണ്. മുരിങ്ങയിലയുടെ ഗുണമെല്ലാം നമുക്കറിയാം. നല്ല പോഷകഗുണമുള്ള ഇലയാണ്. ദഹനത്തിന് ഇച്ചിരി താമസം വരുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഇലവർഗ്ഗമെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഞാനിത് കട്ട് ചെയ്യാനാണ് ഒരുങ്ങുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇത് നല്ലപോലെ പൊട്ടിക്കിളിക്കും. കട്ട് ചെയ്യുന്ന ഇല ഞാൻ ഇന്നൊരു തോരന് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങക്കമ്പൊന്ന് വെട്ടി എടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ചവിട്ടി വെച്ച് നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പം ധാരാളം ശാഖകളുണ്ടാവും. അപ്പോൾ ആ ശാഖകളെല്ലാം ഇങ്ങനെ വളരുമ്പോൾ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയില കിട്ടും. മുരിങ്ങയ്ക്ക കിട്ടിയില്ലെങ്കിലും ഇലയെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഇങ്ങനെ വേസ്റ്റ് പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കമ്പ് മതി, ഒരുപാട് വലിയ കമ്പൊന്നും വേണ്ട. ഞാനൊരു മണ്ടയുടെ കുഞ്ഞു കമ്പ് കണ്ടില്ലേ, എൻ്റെ വലിപ്പം കണ്ടോ. ഇത്രയൊരു കമ്പാണ് ഞാൻ കുഴിച്ച് വെച്ചത്. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയതാണ്. നല്ല ഒരുപാട് മുരിങ്ങയ്ക്ക പിടിക്കുന്ന ഇതെല്ലാം കമ്പാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് നട്ട് കിളിച്ച ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മഴയായിട്ടൊരു മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അത്യാവശ്യം തോരനുള്ള ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര ഇല ആ ചെറിയ കമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല എടുത്തത് ചെറിയ കമ്പാണെങ്കിലും അതിൽ തന്നെ നമുക്ക് കുഴിച്ച് വെക്കാം. ഈ സീസൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി ജലാംശം കൊടുത്താൽ മതി. ഇപ്പം കൂടുതൽ ഇല നമുക്ക് പറിച്ചെടുക്കാൻ നോക്കും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിലെ പഴുത്ത ഇലയൊക്കെ അങ്ങ് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് ആ കമ്പൊന്ന് കുഴിച്ച് വെക്കാം. ഇത്രയും കമ്പുണ്ട് കണ്ടില്ലേ, ഞാനത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തന്നെ കുത്തി വെക്കാം. വേറെ ബക്കറ്റ് വേണമെങ്കിലും വെക്കാം, പിന്നെ ഒരുപാട് സ്പേസ് കളയണ്ടല്ലോ എന്ന് വെച്ചാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ കമ്പ് കിളിച്ച് വരും. നിത്യോപയോഗ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊരു താല്പര്യം എല്ലാവരും കാണിക്കുക. വലിയ ജോലിയൊന്നും ഉള്ള കാര്യമല്ലിത്. ചെറുതായിട്ടൊന്ന് താപ്പോട്ടാക്കിയാൽ മതി. മണ്ണധികം ഇല്ലാത്തതുകൊണ്ട് എളുപ്പം താന്നു പോകുന്നുണ്ട്. മുരിങ്ങയ്ക്ക് പിന്നെ ഒരുപാട് വെള്ളം വേണ്ട, ചെറിയൊരു നനവ് കൊടുത്താൽ മതി കിളിച്ച് വരുന്നിടം വരെ. എന്തല്ലേ, ഇത് ഞാൻ കിച്ചൺ വേസ്റ്റ് ഇട്ടപ്പോൾ അതിൽ നിന്നൊരു തക്കാളി കിളിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത് തക്കാളി തൈയാണ്. അതും കിളിച്ച് വരുന്നെങ്കിൽ വരട്ടെ എന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എല്ലാ കമ്പും ഞാൻ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടില്ല, ഈ മണ്ടക്കമ്പാണ് ഇനി അടുത്തത്. അതിൻ്റെ മണ്ട ഞാൻ കളഞ്ഞില്ല, മണ്ട ഞുള്ളാതെ തന്നെ അതുകൂടെ കുഴിച്ച് വെക്കുക. മുരിങ്ങേൻ്റെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ ചെറുപയറാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകളാണ് ജീരകം,
മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അരയ്ക്കുന്നില്ല. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകാണ് ഒന്നുകൂടെ സ്വാദ്. ഇനി നമ്മളിത് ഇലയിലേക്കിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുപയർ ഇടുകയാണ്. ചെറുപയർ ഇടുമ്പം നമ്മുടെ തോരന് നല്ലപോലെ തോന്ന് കിട്ടും. പിന്നെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പയർ ഞാൻ വേവിച്ചെടുത്തതാണ്. ഉപ്പൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇലയങ്ങ് നല്ലപോലെ താരും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. നമുക്കിത് ആക്കിയെടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇലയിടുമ്പോൾ നമ്മൾ അടച്ചു വെക്കാതെ തന്നെ കോത്തിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്നാണ് ഇത് വാടി കിട്ടുന്നത്. ഇതല്ലേ കലന്നടച്ചുണ്ടായിരുന്നു. ഇപ്പം ഒരാവി വന്നപ്പോഴത്തേന് തന്നെ പകുതിയായി. അപ്പം നമ്മൾ ഉപ്പൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏത് ഇലയ്ക്ക് നമ്മൾ ഉപ്പൊഴിച്ചാലും അത് കുറയുന്ന സാധനമാണ്. അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, നല്ല ഹെൽത്തി തോരനാണ്. അപ്പോൾ എല്ലാവരും ഒരു കമ്പെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. മുരിങ്ങയ്ക്ക കിട്ടിയില്ലെങ്കിലും മുരിങ്ങയില എടുത്ത് നമുക്ക് ഇതുപോലെ വല്ലപ്പോഴും ഒന്ന് തോരൻ വെക്കാം. നല്ല പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങയില. അതിൽ പ്രോട്ടീൻ്റെ അംശം കൂടുന്ന സമയത്താണ് കഴിക്കരുതെന്ന് പറയുന്നത്. അത് ഇടവമാസത്തിലെ ഇലവർഗത്തിലെല്ലാം കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കർക്കിടക ഇടവും ആ സമയത്ത് മുരിങ്ങയില കഴിക്കരുതെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അത് ദഹന പ്രക്രിയയെ ബാധിക്കുന്നത് കൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയുന്നത്. പിന്നെ അളവിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവാതിരിക്കാനുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലേ, നമ്മൾ 1 മിനിറ്റ് പോലും എടുത്തില്ല തോരൻ വെക്കാൻ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.